ലെറ്റ്സ് ഗോ ടു കോഴിക്കോട്. ഹലോ ഫ്രണ്ട്സ്, എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായില്ലേ? എങ്ങോട്ടാണ് പോകണേ ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോടിലൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഷമ്മാസ് ഛർദ്ദിച്ചതിന് മരുന്നൊക്കെ വാങ്ങി, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഒരു കടയിൽ കയറി. ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറി മക്കളെ, മനസ്സില്ല മനസ്സോടെ. ഹൈക്കാടൻ്റെ കാര്യം ഞാൻ പറയണില്ല, ഒക്കെ അടച്ചിട്ടുകയാണ്. അങ്ങനെ ഞങ്ങളൊരു 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തി. ഞങ്ങൾ ഹൈലൈറ്റ് മാളിലായിട്ട് പോയി. അവിടെ എന്തോ സെക്യൂരിറ്റീസ് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്, എന്താണാവും. അതോ അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഴ്സൊക്കെ കയറി, കുറേ റൈഡിലൊക്കെ കയറി. അതിൻ്റെ ഇടയിൽ ഒരു പ്രേതഗുഹ, മേലാഞ്ഞേ കയറില്ല, പൈസ വെറുതെ പോയി ഗൈസ്. പേടിച്ച് ഞാൻ ബാത്തേക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഐസ്ക്രീമൊക്കെ, ഓറിയോ ഐസ്ക്രീം, പിസ്ത ഐസ്ക്രീം, സ്ട്രോബെറി അങ്ങനെയൊക്കെ വാങ്ങി. അത് തിന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്റ്റോറി ബുക്ക് വാങ്ങി. പിന്നെ ഒരു പായസം കുടിച്ചിട്ട്, കോൾഡും അതേപോലെ ചൂടുള്ളതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നേരെ സ്നോ ഫാൻസി കയറി കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ കയറിൻ്റെ ഡ്രസ്സാണെങ്കിൽ നേരെ ഒട്ടണമില്ല, അത് അയക്കാറ കട്ട. തണുത്ത് മരവിച്ച് മക്കളെ, അടിപൊളി കേട്ടോ അവിടെ സ്ഥലമൊക്കെ. പിന്നെ ഒരു മേലെ പോയി നമ്മൾ താഴ്ത്തു വരുന്നതുണ്ട്, ടയറിൽ ഇരുന്നിട്ട്. അതിൽ കയറി ഞാൻ കുറേ ആർത്തുകൊണ്ട് പേടിയായിട്ട്, എനിക്ക് അങ്ങനത്തെ ഒക്കെ നല്ല പേടിയായിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ എൻ്റെ പേര് എഴുതുന്നതാണ് കേട്ടോ. പേരല്ല, ഫസ്റ്റ് ലെറ്റർ എഴുതി, അതൊന്ന് അലങ്കരിച്ചതാണ്. തൊപ്പിട്ടിട്ട് ഇങ്ങോട്ട് കയറണ്ടേ. പിന്നെ ഒരു താത്തൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു വീഡിയോ എടുക്കേണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു തരാമെന്ന്. അതുകഴിഞ്ഞ് ഞങ്ങളൊരു ആ താത്താക്ക് വീഡിയോ എടുത്ത് കൊടുത്തുട്ടെ ഞാൻ. പിന്നെ ഒരു ചെയറിലിരുന്ന് അങ്ങനെ വലിച്ചു പോകണമെന്ന് എന്തോ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി. പിന്നെ നേരെ പോയത് ബീച്ചാണ്. കോഴിക്കോട് പോയവർക്ക് ബീച്ചിൽ പോകാതിരിക്കാൻ പറ്റും. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഈ കക്ക ഉണ്ടാവില്ല, അതിന് കുറേ തോടി ഞാൻ ശേഖരിച്ചു. നല്ല ഭംഗിയിൽ പർപ്പിളും വൈറ്റും ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കക്കൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കയറി പോണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കൈയും കാലൊക്കെ പുറത്തിട്ട് നിൽക്കണുണ്ടല്ലേ. പിന്നെ കുറച്ച് പട്ടിഷോ കാട്ടാൻ വേണ്ടി ഞാൻ കാലൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ കയറിയിട്ട് ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പെപ്സി അങ്ങനെ എന്തൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചിക്കൻ ലോലിപോപ്പൊക്കെ തിന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ഡെസേർട്ട് വാങ്ങി തിന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒക്കെ മറവിൻ്റെ ഒരു അടിസ്ഥാന പടാവില്ലേ ഞാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ടിഷ്യൂ കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടണില്ല, ഒക്കെ കയറുന്നു ഇതാ. അപ്പോൾ വള്ളതിന് കയ്യിലേ അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള മീനുകളുണ്ടായിട്ടോ. ഇഷ്ടം പോലെ ചോക്ലേറ്റും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കഴിഞ്ഞിട്ടാണ് വാങ്ങിയത്. പിന്നെ ഒരു ഷേക്കും കുടിച്ചു. അതിനൊന്നും വീഡിയോ കിട്ടില്ല. അപ്പോൾ ബൈ.